ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനോട് ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് തന്നെ ഫോൺ ചെയ്തത് ആരാണെന്ന് അറിയാനും കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് രാധികയും വരുണും കൂടി പുറപ്പെട്ടു പോന്നു. ആ പോന്ന പോരിച്ചയിൽ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവർ കൃത്യമായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ വന്ന് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരാൾ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ആരാണ് എന്നറിയാനായിട്ട് ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേക്കും ആ വ്യക്തി തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ വ്യക്തിയെ കണ്ട് ഇവർ ഞെട്ടിപ്പോയി. അത് വേറെ ആരും ആയിരുന്നില്ല, കിഷോറായിരുന്നു. ഗീതുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന നമ്മുടെ കിഷോറിനെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെയും ഞെട്ടി. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും കിഷോർ ഒരു ചിരിയൊക്കെ ചിരിച്ച് രംഗത്തേക്ക് വന്നു. ഇത് കണ്ടപ്പോൾ ഇതെവിടുന്നാണ് നിനക്ക് കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുവാണ് വരുൺ. അതല്ലല്ലോ, ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പം ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയതെന്നാണ് ചോദിച്ചതെന്ന് വരുൺ ദേഷ്യത്തോടെ ചോദിക്കാം. വെയിറ്റ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ്. അതിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു. അതിൻ്റെ ഫുൾ വേർഷൻ കണ്ടതിന് ശേഷം എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് കിഷോർ പറയുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വേർഷൻ കാണാൻ പറഞ്ഞ് കിഷോർ അവിടെ നിന്ന് നടന്നു വന്ന് അതേ കാറിലേക്ക് അങ്ങ് കയറി അങ്ങോട്ട് ഇരിക്കുന്നു. കാറിൻ്റെ ബമ്പറിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്തിട്ട് അതിനകത്ത് ഗീതു ഉണ്ടാക്കി വെച്ചിരുന്ന തെളിവുകളെല്ലാം ഓപ്പൺ ചെയ്ത് അത് ഇവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഇത് ഫുള്ള് നിങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് കിഷോർ പറയാം. എന്നിട്ട് കിഷോർ ഒരു ചൂളമൊക്കെ വിളിച്ച് ഇങ്ങനെ അവിടെ ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്ന രീതിയിൽ അവിടെ തീയൊക്കെ കൂട്ടിയാണ് കിഷോർ വമ്പൻ സെറ്റപ്പിലിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു തീ കായാനും കൂട്ടാനും ഒക്കെ ആയിട്ട് കിഷോർ അങ്ങ് പോയി. ഈ സമയത്ത് വരുണും രാധികയും കൂടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആ വീഡിയോ കണ്ടതും ഇവരുടെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവർ പോകുന്നു. ഇവർ പറഞ്ഞ A to Z കാര്യങ്ങൾ മുഴുവനും അതിനകത്തുണ്ടായിരുന്നു. അത് ഗീതുവിനെ ടിപ്പറിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത്, വരുൺ കൊല്ലുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു അമ്പലത്തിൽ ചെന്ന് ഗീതു പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഫുൾ വീഡിയോ ഈ കിഷോറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മകനും ശരിക്കും ഞെട്ടി. ഇനി ഇവൻ്റെ കക്ഷത്തിനകത്താണ് ഞങ്ങളുടെ തല എന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഇത് കണ്ട് രണ്ടുപേരും അന്താളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോസ് കിഷോറിൻ്റെ കൈകളിൽ എത്തിയത് എന്നുള്ളത് കാണിക്കുന്നു. കിഷോർ അന്ന് ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് ചെന്ന സമയത്ത് ഗീതു ക്യാബിനിലിരുന്ന് ഫോൺ വിളിച്ചു. അതായത് ഇത്ര കാര്യങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നും രാധികയുടെയും വരുണിൻ്റെയും ഒക്കെ ചതി അത് കൈയോടെ പിടികൂടിയിട്ടുണ്ടെന്നും അതെല്ലാം തൻ്റെ ലാപ്ടോപ്പിലുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗീതു ഫോണിലൂടെ സംസാരിക്കുന്നത് ഇവൻ മറഞ്ഞു നിന്ന് കേട്ടു. അങ്ങനെ മറഞ്ഞു നിന്ന് കേട്ട ഇവൻ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് അതെല്ലാം മാറ്റാം. അപ്പോൾ കിട്ടിയൊരവസരമാണല്ലോ, അത് കൈക്കലാക്കിയതിന് ശേഷം കാര്യങ്ങൾ നോക്കാമെന്നുള്ളത്. അപ്പോൾ ഇവനിതിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കമ്പനിയുടേതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപർണയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു. കിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്, വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ കിച്ചുവിനെ ഒരു ജോലിയുമായിട്ട് പറഞ്ഞു വിട്ടിട്ട് അപർണയ്ക്ക് നേരെ ഗീതുവിൻ്റെ ക്യാബിലേക്ക് കയറി വന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഗീതുവിനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപർണയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. ആ സമയം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഗീതു ആ മാലയും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ലാപ്ടോപ്പിൽ അവിടെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇതിനകത്തേക്ക് ആരും കയറുമെന്നോ എടുക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഗീതു വിചാരിച്ചില്ല. ഗീതുവും അപർണയ്ക്കയും അങ്ങ് ഇറങ്ങിപ്പോയ സമയത്തിന് കിഷോർ വേഗം ഗീതുവിൻ്റെ ക്യാബിലേക്ക് കയറി വന്നിട്ട് ഗീതു ശേഖരിച്ച തെളിവുകളും മുഴുവനും ഇവൻ്റെ ഒരു പെൻഡ്രൈവിലേക്കാക്കി. ഗീതുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് മുഴുവൻ പെൻഡ്രൈവിലേക്കാക്കി. ഇനിയിപ്പോൾ ഇത് വെച്ച് വേണം കളിക്കാനെന്നും ഗീതുവിനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലെന്നും അതുപോലെ തന്നെ ഗീതുവിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തനിക്കാണ് ഗുണമുണ്ടായിരിക്കുന്നത് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആശാൻ എന്ത് ചെയ്തു, മുഴുവൻ സ്വന്തം കൈപ്പിടിയിലേക്ക് അങ്ങാക്കി. എന്നിട്ട് ഗീതുവിൻ്റെ കയ്യിലുണ്ടായിരുന്നതിൽ വേറെ എന്തൊക്കെയോ കുത്തിക്കയറ്റി അങ്ങനെയൊക്കെ റെഡിയാക്കി. അങ്ങനെ അതും കഴിഞ്ഞ് ഇവനിങ്ങ് ഏറ്റു പോരാൻ നോക്കുമ്പോഴാണ് ആ മാല ശ്രദ്ധയിൽ പെട്ടത്. ആ മാല എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറകിൽ എന്തോ ഇരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പം ഇതേ ക്യാമറ. ഓഹോ, അപ്പോൾ ഇത് വെച്ചാണ് പണി മുഴുവൻ നടത്തിയതല്ലേ, ഇത് ക്യാമറയാണെന്നും പറഞ്ഞ് ഇവൻ അതും എടുത്ത് ഇങ്ങനെ നോക്കി അതിൻ്റേതായ സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി. അതിനകത്തും കുറേ ഏതാണ്ട് കൃത്രിമമൊക്കെ കാണിച്ചു. അങ്ങനെ ആ ഒരു ക്യാമറയിൽ വേറൊരു മെമ്മറി കാർഡൊക്കെ കയറ്റി വെച്ച് അങ്ങനെ അവനറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ട് ഇങ്ങ് പോരുന്നു. ഈ സമയം പിന്നീട് രാധികയും വരുണും ഇതൊക്കെ കാണിക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതിനകത്ത് സുവർണ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും അവരെ കൊല്ലുന്ന കാര്യങ്ങൾ അവരറിയരുത്, ആ ഒരു രീതിയിലൊക്കെയുള്ളത് സംസാരിച്ചത്. ഇതെല്ലാം കേട്ട്
രാധികയും വരുണും പിടിവെട്ടി ഇങ്ങനെ നിൽക്കുന്നു. രാധികയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ എല്ലാം കൈവിട്ട് പോയി എന്നുള്ളൊരിതിൽ. ആ സമയത്ത് നമ്മുടെ കിഷോർ ഒരു കാലൻ ചിരിയൊക്കെ ചിരിച്ചവരുടെ അടുത്തേക്ക് വന്നു. എല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ നിങ്ങൾ? എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. മൊത്തം കണ്ടു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാധിക പറഞ്ഞു, ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത് നീയാണ്. പകരം നിനക്ക് എന്ത് വേണം? നീ എന്ത് ചോദിച്ചാലും അത് തരും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇവനൊരു വില ഇടുമ്പോഴേക്കും ഇവനൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ അതിലിങ്ങനെ നടക്കുന്നു. കാരണം എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ ഇവനിങ്ങനെ നടക്കുക. അപ്പോൾ രാധികയും വരുണും ഇവൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്, ഇവൻ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നറിയാതെ ഇങ്ങനെ ഇവനെ തന്നെ വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിരുന്നിട്ട്, നിങ്ങളല്ല എനിക്ക് വരം തരേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് വരം തരേണ്ടതെന്നുള്ള കാര്യം കിഷോർ പറഞ്ഞത് കേട്ടപ്പോൾ വരുണിന് ഭയങ്കര ദേഷ്യം വന്നു. വരുണ നേരത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കാൻ ഓങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക തടഞ്ഞു. നിങ്ങൾ എനിക്ക് വരം തന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന നേരത്തേക്കും കിഷോർ ചോദിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞാനല്ലേ നിറവേറ്റി തരേണ്ടത്? നിങ്ങളുടെ ശത്രുവായ ഗീതുവിനെ അറക്കൽ തറവാട്ടിൽ നിന്ന് നാട് കടത്തുക, അതുപോലെ തന്നെ ഗീതുവിനെ ഒരിക്കലും നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്താതിരിക്കുക, ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഡിമാൻഡ് ഞാനല്ലേ പറയേണ്ടത്? നിങ്ങളാണോ എനിക്ക് വിലയിടേണ്ടതെന്ന് കിഷോർ ഇവരോട് ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയാണോ നിൻ്റെ ഡിമാൻഡ് എന്നും ചോദിച്ചുകൊണ്ട് വരുൺ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോഴേക്കും ഭയങ്കര ചിരിയും ചിരിച്ച് കിഷോർ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതൊക്കെ കണ്ട് പല്ലിറമി കണ്ണടച്ചങ്ങനെ നിൽക്കുവാണ് രാധിക, പ്രതികരിക്കാൻ കഴിയാതെ. പ്രതികരിച്ചു പോയാൽ ഇവൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം രാധികയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ രാധിക പേടിച്ച് കളിപ്പും ആ ഒരു ഇതിലൊക്കെ കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇവരുടെ മുന്നിൽ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുന്ന കിഷോർ, നീ എന്നതാടായി കാണിക്കുന്നതെന്ന് രാധിക ചോദിച്ചപ്പം, ഞാൻ നിങ്ങളെയൊന്ന് വട്ടാക്കിയതല്ലേ മാഡം, നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. ഇനിയിപ്പം ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റ കൊടുക്കാനും പോകുന്നില്ല, ഒരിക്കലും ഞാൻ ഒറ്റ കൊടുക്കില്ല. ഇനിയിപ്പോൾ മാഡത്തിന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നേ തീരുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാൻ പറഞ്ഞു. നീ ഡബിൾ പ്ലേ കളിക്കരുതെന്ന് വരുൺ പറഞ്ഞപ്പം, എൻ്റെ പൊന്നു സാറെ, ഡബിൾ പ്ലേയോ ഏതായാലും നിങ്ങൾക്ക് എന്നെക്കൊണ്ടുള്ള ആവശ്യം ഒരുപാടാണ്. ഗീതാഞ്ജലി അവിടെ നിന്ന് കടത്തണ്ടേന്ന് ചോദിച്ചു. അത് അധികം താമസമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന കേസാണ്. പിന്നെ ഞാനെന്തിന് ഡബിൾ പ്ലേ കളിക്കണം എന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഗെയിമിൽ എൻ്റേതായ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, ഓക്കെ, നിൻ്റെ ഗെയിമിൽ നിൻ്റേതായ പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ടാകും, പക്ഷേ നീ ഞങ്ങളുടെ തലയിൽ കയറിയിരുന്ന് കളിക്കാനായിട്ട് നോക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല എന്ന് രാധിക പറഞ്ഞപ്പോൾ, നീ ഞങ്ങളുടെ തണലിൽ മാത്രമേ വളരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വരുൺ പറയുവാണ്. അതല്ലാതെ നിനക്ക് നിൻ്റേതായ ഒരു ഉയർച്ചയ്ക്കും പറ്റില്ല എന്നുള്ളത്. പിന്നെ രാധിക അന്നേരം പറഞ്ഞു, ഈ ഗീതാഞ്ജലിയെ നീ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ നീ ചോദിക്കുന്നത് എന്തോ അത് ഞാൻ തന്നിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് രാധിക ആണയിട്ട് ദേ പറയുന്നു കിഷോറിനോട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പോൾ ഇത് 1 കോടി രൂപ തരാം, ഈ കയ്യിലുള്ളത് എല്ലാം നീ തെളിവുകൾ നശിപ്പിച്ച് കളയണം എന്നുള്ള കാര്യം രാധിക പറഞ്ഞപ്പം, അതെന്ത് പറച്ചില്ല മാഡം, ഞാൻ വേണമെങ്കിൽ മാഡത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മാഡം എന്ന് ചോദിച്ചുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും പിന്നെ അത് നടക്കില്ലെന്ന് രാധികയ്ക്ക് മനസ്സിലായി. പിന്നെ ഒഴുക്കിനൊത്ത് നീന്തുക, അതല്ലേ നടക്കുകയുള്ളൂ. അത് രാധിക ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവരതൊക്കെ പറഞ്ഞ് പോരാൻ തുടങ്ങുന്നു. അപ്പോൾ വരുണിനെ തനിച്ചൊന്ന് കിഷോറിന് കാണണം എന്ന് പറഞ്ഞു. എന്തിനാടാന്ന് ചോദിച്ചപ്പം, സാറിന് വന്നേ മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എന്താടാന്ന് ചോദിച്ചു. പിന്നെ ഇതിലൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ മാഡത്തിനെ കാണിക്കാതെ മാറ്റി വെച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുണിനെ മാത്രമായിട്ട് കേൾപ്പിക്കുകയാണ് കിഷോർ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വരുണും ഞെട്ടിപ്പോയി. എന്താടാ നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ, സാറേ, ഇതെങ്ങാനും മേട പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ കാര്യം പോക്കാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ എൻ്റെ അടുത്ത് നിന്ന് സാറിന് കൊള്ളാം. പിന്നെ സാർ എന്നെ ഒരുപാട് കയറി അങ്ങ് ഭരിക്കാൻ വരരുത്, ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ ബാക്കി കൂടി എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നീ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, മണ്ണും ചാരി നിന്നവൻ ഈ ഞാൻ എവിടെ എത്തിയെന്ന് നിങ്ങൾ കണ്ടില്ലേന്ന് കിഷോർ ചോദിക്കാം. അങ്ങനെ വരുണിനെയും 8 നിലയിൽ പൂട്ടി. ഗീതുവിൻ്റെ തെളിവുകൾ മുഴുവൻ അടിച്ചു മാറ്റി നമ്മുടെ രാധികയ്ക്കും വരുണിനും ഒരു വിലയിട്ടിരിക്കുകയാണ് കിഷോർ. അങ്ങനെ കിഷോർ മൊത്തത്തിൽ എല്ലാം കൂടി ഇളക്കി മറിച്ച് തകർത്ത് എന്താ പറയുന്നത്, എല്ലാം മുച്ചൂട് മുടിച്ചു എന്ന് തന്നെ പറയാം. രാധികയും വരുണിനെയും അടപടലെ പൂട്ടി.
അങ്ങനെ വരുണിനെ വെല്ലുവിളിച്ച് വരുണിനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഒരു മൂലക്കിരുത്തിയിട്ട് കിഷോർ അങ്ങ് പോയി. ഇപ്പം മേഡം കാണാം എന്നും പറഞ്ഞു. കിഷോർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാധിക നേരെ വരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അവൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്. അവൻ എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതാണോ ശരിക്കുമെന്ന് ചോദിച്ചപ്പം വേറെന്താണെന്ന് മകൻ അമ്മയോട് ചോദിക്കുക. ഇവനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിനേക്കാളും വലിയവന്മാർ വന്നിട്ടും അവന്മാരും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെയാണോ എന്നും ചോദിച്ച് അങ്ങനെ നമ്മുടെ രാധിക പറയാം. പിന്നെ ഗീതുവിനെയും അതുപോലെ ഗോവിന്ദനെയും തമ്മിൽ തല്ലിക്കാൻ ഓരോരുത്തർക്കും സാധിക്കില്ല, അതിന് ഒരേ ഒരാൾക്കേ കഴിയൂ, അത് ഇവനേ കഴിയുള്ളൂ, ഇവന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. കരുൺ നായ്ക്ക് പോലെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടൊന്ന് ഇറക്കുമതി ചെയ്തതാണല്ലോ, എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിച്ചു. അപ്പം ഇവനെക്കുറിച്ച് അമ്മ എന്താ ഈ പറയുന്നത്, ഇവൻ ഇതിന് വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഇവനെ നീ താത്തി കാണരുത്, ഒട്ടും കുറച്ച് കാണരുത്. ഇവനെ നമ്മളുടെ താഴെയല്ല, മറിച്ച് നമ്മുടെ സമക്കാരനായിട്ട് വേണം കാണാനായിട്ട്. കാരണം അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുത്തനാണ് ഇവനെന്ന്. അല്ലെങ്കിൽ ഇന്ന് ഗീതു ഉണ്ടാക്കി വെച്ചിരുന്ന തെളിവുകൾ മുഴുവൻ അവൻ്റെ കൈകളിലേക്ക് എത്തില്ല. ഇനി നോക്കിയും കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ കളിക്കാൻ 100 കണക്കിന് ആൾക്കാരിങ്ങനെ പറന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനെല്ലാം തരണം ചെയ്ത് വേണം ഇനി ഗീതുവിനൊക്കെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളഞ്ഞേക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.